നോർത്തേൺ ഇസ്രായേലിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ള പറഞ്ഞത് ഇതുവരെ 1000-ലധികം ആക്രമണങ്ങൾ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. അത് ഏറെക്കുറെ ശരിയാണെന്ന് ഇസ്രായേലും തലകുലുക്കി സമ്മതിക്കുന്നു. ഹിസ്ബുള്ളയെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു. ലെബനൻ രാജ്യത്തെ ഗാസയുടെ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് ഒരു ഭീകരമായ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേലിന് കൂച്ചുവിലങ്ങ് വീണിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഗുരുനാഥനായ അമേരിക്ക തന്നെ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നു, വേണ്ട ഹിസ്ബുള്ളയോട് കളി. ആ കളി എത്തി നിൽക്കുക വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. ആ കളി എത്തി നിൽക്കുക വല്ലാത്തൊരു സമസ്യയിലായിരിക്കും. ആ കളി എത്തി നിൽക്കുക രക്തച്ചൊരിച്ചിൽ ആയിരിക്കും. ആ കളി എത്തി നിൽക്കുക 3-ാം ലോക മഹായുദ്ധത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ പറഞ്ഞ് വിലക്കിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവും തമ്മിൽ സംസാരിച്ചു. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണം ഭീകരമാണ്. അയൺ ഡോമിന് പോലും ചെറുക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഗസയിൽ എങ്ങനെയാണോ വ്യോമ ആക്രമണത്തിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നത്, അതുപോലെ ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ തിരിച്ചിറങ്ങിയ ഇസ്രായേൽ ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ കൊന്നുവോ ആ രീതിയിൽ കൊല്ലാനുള്ള മനുഷ്യത്വരഹിതമായ തീരുമാനം സ്വീകരിച്ചിരിക്കുന്നു ഇസ്രായേൽ. ആ ഇസ്രായേലിനെ വിലക്കിയിരിക്കുന്നു അമേരിക്ക. ഹിസ്ബുള്ള ചില്ലറ സംഭവമല്ല. ഇറാൻ്റെ സാമ്പത്തിക സൈനിക ശക്തിയാണ്. ഇറാൻ സാമ്പത്തികവും സൈനികവുമായി നൽകി വികസിപ്പിച്ചെടുത്ത വലിയ ഒരു ശക്തിയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിയില്ല. ചെന്ന് വീണ് കഴിഞ്ഞാൽ 8ൻ്റെ പണിയല്ല 18ൻ്റെ പണി കിട്ടും. അമേരിക്ക തന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇസ്രായേലിനെ, വേണ്ട ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള യുദ്ധം. അവർ മിസൈൽ വിട്ട് കളിക്കുമ്പോൾ അത് ചില്ലറ കളിക്കോപ്പല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ആ മിസൈലുകൾ നൽകിയിരിക്കുന്നത്, ഹ്രസ്വദൂര മിസൈലുകൾ നൽകിയിരിക്കുന്നത് ഇറാനാണ്. ഹ്രസ്വദൂര മിസൈലുകൾ വിട്ടുകൊണ്ട് അവർ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ്. അവർ അവരുടേതായ രീതിയിൽ പോരാടുകയാണ്. ഹമാസുമായുള്ള പോരാട്ടം തന്നെ മതിയായി അമേരിക്കയ്ക്ക്. ഇസ്രായേൽ എന്നും അമേരിക്കയുടെ ഉറ്റ തോഴനായിരുന്നു. പക്ഷേ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേലിൻ്റെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞു. ആ ദൗർബല്യങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ചൂണ്ടിക്കാട്ടിയത്. കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, ഹിസ്ബുള്ളയെ തൊട്ട് കളിക്കരുത്. അവിടെ തൊട്ടാൽ തീ പാറും, അവിടെ തൊട്ടാൽ സർവനാശം അനന്തരഫലം.